സംഘികളെ ന്യായീകരിക്കാൻ ഇപ്പോൾ സുഡാപ്പികളും കളത്തിലിറങ്ങിയാണ്. എന്താണ് കാര്യം എന്നല്ലേ? പ്രമുഖ സുഡാപ്പി സംഘിയായിട്ടുള്ള ആബിദ് അടിവാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാപ്രകൾക്ക് നേരെ കയ്യേറ്റത്തിന് മുതിർന്നു. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം സുരേഷ് ഗോപിക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുകയാണ്. മാപ്രകൾ ചെയ്തതാണത്രേ തെറ്റ്. അതായത് തൊഴിൽ ചെയ്യാൻ ചെന്നവരെ അവിടെ വെച്ചിട്ട് നെഞ്ചത്ത് കുത്തിപ്പിടിക്കുകയാണ്. പ്രത്യേകിച്ച് മീഡിയ വൺ എന്ന ചാനലിലെ റിപ്പോർട്ടറെ തെരഞ്ഞു പിടിച്ചു. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അടിവാരത്തിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം വന്നിരിക്കുന്നത്. ഇത്രയും കാലം മീഡിയ വണ്ണിനെ അടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്ന ആബിദ് അടിവാരം എന്ന നല്ല 916 സുഡാപ്പി, ആ സുഡാപ്പിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇങ്ങനെയാണ്: പോകുന്ന വഴിയിലൊക്കെ മൈക്കും ക്യാമറയും കൊണ്ട് തടയുന്ന പരിപാടിക്ക് തല്ല് കിട്ടണം. അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ പറയുമല്ലോ. തടഞ്ഞു നിർത്തി മൈക്ക് കൊണ്ട് കുത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന് തല്ല് തന്നെ കിട്ടണം. ഇതൊക്കെ മാപ്രകളുടെ നെഞ്ചത്തടിക്കുന്ന ആണിയാണ്. ഇന്നലകളിൽ ഇതിനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചതിന് മാപ്രകളെ ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ ആരൊക്കെയാണോ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നവർ അവർ തന്നെ വീഴുന്നതിനൊപ്പം ഒരു തൊഴി കൂടി കൊടുക്കുന്ന കാഴ്ച. ഈ ആബിദ് അടിവാരത്തെയൊക്കെ എടുത്ത് തലയിൽ വെച്ചതും ഈ വിഷത്തിനൊക്കെ അനാവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയതും ഈ മാപ്രകൾ തന്നെയാണ്. ആ മാപ്രകൾക്കാണ് ഒരു സംഘിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ പിന്തുണയുമായിട്ട് ഈ സുഡാപ്പി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? പകൽ സമയങ്ങളിൽ ഇവർ രണ്ടഭിപ്രായക്കാരാണെങ്കിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇവർ ഒരേ തൊഴുത്തിലാണ്. സംഘികളും ഈ സുഡാപ്പികളും രണ്ടുപേരും ഓരോ മതത്തിൻ്റെ പുറകിലിരുന്നു കൊണ്ട് പരസ്പരം ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് സ്വയം വളരാൻ ശ്രമിക്കുന്ന രണ്ട് സംഘടനകളുടെ ഭാഗമാണ്. ഇത് ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ജനമെന്ന് പറഞ്ഞാൽ ജനം ടി വി അല്ല, ഈ നാട്ടിലെ മനുഷ്യരായിട്ടുള്ള ജനങ്ങൾ മതത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് മതത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഇവർ ഒരു പ്രശ്നം വരുമ്പോൾ, അതിൽ മതം വിറ്റ് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രശ്നം വരുമ്പോൾ അവരുടെ ശബ്ദം ഒന്നാകും. അതാണ് ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നത്. ആബിദ് അടിവാരത്തെ പോലെ ഇത്രമാത്രം വിഷമായിട്ടുള്ള ഒരു സുഡാപ്പി മറ്റൊരു സംഘി വിഷമായിട്ടുള്ള ചെമ്പ് ഗോപിയെ പരസ്യമായി ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ, തൊഴിൽ ചെയ്ത മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ സമാന മനസ്കരാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് മതങ്ങൾക്ക് പിന്നിൽ നിന്ന് പരസ്പരം വിഷം കലർത്തുന്നത് ഇവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ മതസ്നേഹത്തിന് വേണ്ടിയല്ല എന്ന് ഇവിടത്തെ നല്ലവരായിട്ടുള്ള മതവിശ്വാസികൾ തിരിച്ചറിയേണ്ടതാണ്. മാറ്റി നിർത്തണം ഈ വിഷയങ്ങളെ. കാര്യം നാളുകളിൽ ഈ നാടിൻ്റെ സമാധാന ജീവിതത്തിനും മൗദൂദിയും സുഡാപ്പിയും സംഘികളെല്ലാം വലിയ അപകടം തന്നെയാണ്. തിരിച്ചറിയണം, പ്രതിരോധിക്കേണ്ട സന്ദർഭം കൂടിയാണ്. മാധ്യമങ്ങൾ കുറച്ച് നിഷ്പക്ഷമായി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുക, ആ കയ്യേറ്റം ചെയ്തതിനെ സംഘി കയ്യേറ്റം ചെയ്തതിനെ ന്യായീകരിക്കാൻ പോലും അടിവാരങ്ങൾ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ താപ്പാനകളാണെന്ന് ഉറപ്പിക്കാം.